ബി ജെ പിയുടെ താമര വലിച്ചു കീറി രാഹുൽ ഗാന്ധി എന്ന് തന്നെ പറയേണ്ടി വരും. ബി ജെ പിക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലുള്ള പ്രതിരോധമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നടത്തിയത്. സ്പീക്കർ ഓം ബിർളയുടെ സാന്നിധ്യത്തിൽ ബി ജെ പി നേതൃത്വത്തെ ആക്രമിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി തൻ്റെ ശക്തമേറിയ പ്രസംഗം തുടങ്ങിയപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു: നരേന്ദ്രമോദി ഇനി അദ്ദേഹത്തിനെ ഭയന്ന് ഒരിക്കലും പാർലമെൻറ്റിൽ, പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം നടക്കുന്ന സമയത്ത് ഒരിക്കലും പാർലമെൻറ്റിൽ സന്നിഹിതനായിരിക്കില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കൃത്യമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, വർഷങ്ങൾക്ക് മുമ്പ്, 1000 വർഷങ്ങൾക്ക് മുമ്പ് ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ അഭിമന്യു എന്ന യുവ രാജാവിൻ്റെ അദ്ദേഹത്തിൻ്റെ കഥ കഴിക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തെക്കുറിച്ച്, അന്ന് ചക്രവ്യൂഹം തീർത്ത 7 പേരെക്കുറിച്ച് രാഹുൽ ഗാന്ധി പ്രതിപാദിച്ചു. എന്നാൽ ആ ചക്രവ്യൂഹത്തിന് മറ്റൊരു പേരും കൂടി ഉണ്ടായിരുന്നു. അത് പത്മവ്യൂഹം എന്നായിരുന്നു. അത് താമരയുടെ ചിഹ്നം പോലെ ആയിരുന്നു. ആ രീതിയിലായിരുന്നു ആ പത്മവ്യൂഹം അവർ തീർത്തത്. 21-ാം നൂറ്റാണ്ടിൽ ഈ കലികാലത്തും ഇപ്പോഴും പത്മവ്യൂഹം പോലെ ഒരാകാരത്തിൽ ഒന്ന് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ നെഞ്ചിൽ ഇടയ്ക്കിടയ്ക്ക് ഇലക്ഷൻ ചിഹ്നമായി അവരുടെ പാർട്ടിയെ പ്രതികരിക്കുന്ന രീതിയിൽ ധരിച്ചിരിക്കുന്ന താമര അടയാളം. കൃത്യമായി രാഹുൽ ഗാന്ധി ഇത് പറയുമ്പോൾ ബി ജെ പി നേതൃത്വത്തിന് തന്നെ ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥ. എന്നിട്ട് ഒരു കാര്യം കൂടി രാഹുൽ ഗാന്ധി പറഞ്ഞു: അവർ ചിരിക്കുകയാണ്, എൻ്റെ സുഹൃത്തുക്കളായ അവർ ചിരിക്കുകയാണ്. അവർക്ക് ചിരിക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അവരും ഭയചകിതരാണ്. അവർക്ക് പ്രധാനമന്ത്രി എന്ന വ്യക്തിയെ ഭയമാണ്. അതുപോലെയല്ല ഞങ്ങളുടെ പാർട്ടിയിൽ, ജനാധിപത്യം ഉൾക്കൊള്ളുന്ന പാർട്ടിയിൽ, മറ്റാരുടെ പാർട്ടിയിലും ഇങ്ങനെയാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അവിടെ വൺ മാൻ ഷോയാണ്. അവിടെ മറ്റൊരാൾക്ക് പ്രധാനമന്ത്രി പദവിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതുമാത്രമല്ല, പ്രധാനമന്ത്രിയുടെ നടപടി ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവൻ്റെ സ്ഥാനം എന്തായിരിക്കുമെന്നുള്ളത് ജനങ്ങൾക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അസന്നിഗ്ധമായി തന്നെ പറയട്ടെ, ഈ ലോക്സഭയിൽ കൃത്യമായും ബി ജെ പി നേതൃത്വത്തിന് ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കും എന്നുള്ളത് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ ഉണ്ടായ ഈ സംഭവം, അതായത് കുരുക്ഷേത്ര യുദ്ധത്തെക്കുറിച്ച് പ്രതിപാദിച്ച രാഹുൽ ഗാന്ധിയുടെ ഈ ഡയലോഗ് തന്നെ ബി ജെ പി നേതൃത്വത്തെ ശരിക്കും ഇളിഭ്യരാക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. താമര ചിഹ്നം എന്നത് ഇപ്പോൾ അസഹിഷ്ണുതയുടെയും വഞ്ചനയുടെയും ഒക്കെ പ്രതീകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന രാഹുൽ ഗാന്ധിയുടെ വ്യംഗ്യം നിറയണയുള്ള ഈ സംസാരമാണ് ബി ജെ പി നേതൃത്വത്തെ അടുത്ത കുഴപ്പത്തിലേക്ക് ആഴ്ത്തിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പത്മവ്യൂഹം എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായി പ്രതിപക്ഷം കൃത്യമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ ഇപ്പോഴത്തെ നയത്തെക്കുറിച്ച് തന്നെയാണ്.